ഏത് വാക്കുകളോടാണ് ലിയോ നിങ്ങളെ പാകപ്പെടുത്തേണ്ടത്? ചുറ്റുമുള്ളവർ അവസാനിച്ചെന്ന് വിധി കുറിക്കുമ്പോൾ ചതുരംഗ കളത്തിലേക്ക് ഇറങ്ങിയാൽ അയാൾ പ്രവചനങ്ങൾക്കതീതമായ അമാനുഷിക മനുഷ്യനാണ്. നാൾക്ക് നാൾ 7 കഴിഞ്ഞാൽ അയാൾക്ക് പ്രായം 39. പക്ഷേ ആ പോരാട്ട വീര്യമെന്നും യുവത്വത്തിന്റെ നിറവിൽ തന്നെ. പ്രായത്തിനൊപ്പം സഞ്ചരിക്കാത്തത് കൊണ്ട് പ്രായം പോലും അയാളെ അസൂയയോടെ നോക്കിക്കാണുന്നുണ്ടാകുമല്ലോ. അതെ, ഇന്നൊരിക്കൽ കൂടി അയാളും കൂട്ടരും വീണ്ടൊരിക്കൽ കൂടി ലോകകപ്പിന്റെ വിജയമോഹത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ലോകകപ്പ് ഡിഫൻഡ് ചെയ്യാനിറങ്ങിയ അർജന്റീനയുടെ ലോകകപ്പ് യാത്രക്ക് കരുത്തേകിയ മറ്റൊരു രാത്രിയായിരുന്നു അൾജീരിയക്കെതിരെയുള്ള ഈ പോരാട്ടം. സ്കോർ ലൈൻ 3-0 എന്ന് മാത്രം പറയുമ്പോൾ മത്സരം എളുപ്പമായിരുന്നുവെന്ന് സിമ്പിളായി തോന്നാം. പക്ഷേ ആദ്യ വിസിൽ മുതൽ അവസാന വിസിൽ വരെ അർജന്റീന കാഴ്ചവെച്ച നിയന്ത്രണവും തന്ത്രപരമായ മികവും തന്നെയാണ് ഈ വിജയത്തെ പ്രത്യേകമാക്കുന്നത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പന്ത് കൈവശം വെക്കാനുള്ള അർജന്റീനയുടെ പദ്ധതിയായിരുന്നു വ്യക്തമായത്. മധ്യനിരയിൽ നിന്ന് ആക്രമണത്തിലേക്ക് അതിവേഗ മാറ്റങ്ങൾ നടത്തി അൾജീരിയൻ പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു അവർ. ഓരോ പാസിലും ഓരോ നീക്കത്തിലും ഒരു ചാമ്പ്യൻ ടീമിന്റെ ആത്മവിശ്വാസം പ്രകടമായിരുന്നു. ആദ്യ പകുതിയിൽ അൾജീരിയ പ്രതിരോധത്തിലൂന്നിയ സമീപനമാണ് സ്വീകരിച്ചത്. 10 പേരെ സ്വന്തം പകുതിയിൽ നിർത്തി കൗണ്ടർ അറ്റാക്കിലൂടെ അവസരങ്ങൾ കണ്ടെത്താനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ അർജന്റീനയുടെ മധ്യനിര ആ പദ്ധതിയെ പൂർണ്ണമായും തകർക്കുകയായിരുന്നു. പന്ത് നഷ്ടപ്പെട്ടാൽ ഉടനെ തിരികെ പിടിക്കുന്ന ഹൈ പ്രസിംഗ് അൾജീരിയയെ ശ്വാസം മുട്ടിച്ചു. ആദ്യ ഗോൾ വന്ന നിമിഷം മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ബോക്സിന് പുറത്തുനിന്ന് ആരംഭിച്ച മനോഹരമായ പാസിംഗ് മൂവിന്റെ അവസാനത്തിൽ അർജന്റീന ലീഡ് സ്വന്തമാക്കി. പ്രതിരോധ നിരയെ കീറിമുറിച്ച പാസും അതിനൊപ്പമുള്ള കൃത്യമായ ഫിനിഷിംഗും ലോകോത്തര നിലവാരം തെളിയിക്കുന്നതായിരുന്നു. ആ ഗോൾ നേടിയതോടെ അർജന്റീന കൂടുതൽ ആത്മവിശ്വാസത്തോടെ കളിച്ചപ്പോൾ അൾജീരിയക്ക് മുന്നോട്ട് വരാൻ വഴിയില്ലാതെയായി. ഗോൾ വഴങ്ങിയതിനു ശേഷം അൾജീരിയ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അർജന്റീനയുടെ പ്രതിരോധ നിര ഉറച്ചുനിന്നു. സെന്റർ ബാക്കുകൾ ഓരോ ക്രോസും ക്ലിയർ ചെയ്യുകയും മധ്യനിരയിൽ താരങ്ങൾ രണ്ടാം പന്തുകൾ സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അർജന്റീന പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. രണ്ടാം പകുതി ആരംഭിച്ചതോടെ അൾജീരിയ കൂടുതൽ ആക്രമണപരമായി കളിക്കാൻ തുടങ്ങി. എന്നാൽ അതാണ് അർജന്റീനക്ക് കൂടുതൽ ഇടങ്ങൾ സമ്മാനിച്ചത്. കൗണ്ടർ അറ്റാക്കുകളിൽ അവർ അതിവേഗം മുന്നേറുകയും അൾജീരിയൻ പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിക്കുകയും ചെയ്തു. രണ്ടാം ഗോൾ മത്സരത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. മധ്യനിരയിൽ നിന്ന് പന്ത് വീണ്ടെടുത്ത അർജന്റീന ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആക്രമണം പൂർത്തിയാക്കി. പ്രതിരോധ നിരയെ മറികടന്ന പാസും ഗോൾ കീപ്പറെ കീഴടക്കിയ സമാനപരമായ ഫിനിഷിംഗും മത്സരത്തെ അർജന്റീനയുടെ കൈകളിൽ നിന്ന് പൂർണ്ണമായും അകറ്റി. ഇത്തവണയും അർജന്റീനയ്ക്ക് വേണ്ടി ആ ലീഡെടുത്തത് അവരുടെ നായകൻ ലയണൽ മെസ്സി തന്നെയായിരുന്നു. 2-0 എന്ന സ്കോറിൽ പിന്നിലായതോടെ അൾജീരിയയുടെ ആത്മവിശ്വാസം കുറയുന്നുണ്ട്. അവരുടെ പാസുകളിൽ പിഴവുകൾ വർദ്ധിച്ചു. അതേസമയം അർജന്റീന കൂടുതൽ സ്വതന്ത്രമായി കളിച്ചു. ഓരോ ആക്രമണവും അപകടകരമായി മാറി. സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആരാധകർക്ക് അതൊരു ഫുട്ബോൾ പ്രദർശനമായി മാറുകയായിരുന്നു. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ 3ാം ഗോൾ കൂടെ എത്തിയപ്പോൾ വിജയിയുടെ കാര്യത്തിൽ യാതൊരു സംശയവും ബാക്കിയില്ലായിരുന്നു. ഇത്തവണയും ഗോൾ സ്കോർ ചെയ്തത് ലയണൽ മെസ്സിയാണ്. അതിനാൽ തന്നെ അയാൾ തന്റെ 2026 വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഹാട്രിക് പൂർത്തിയാക്കുകയാണ്. ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് അയാളും കൂട്ടരും തെളിയിക്കുകയാണ്. അർജന്റീനയുടെ മുന്നേറ്റ നിരയും മധ്യനിരയും ചേർന്നൊരുക്കിയ മറ്റൊരു മികച്ച നീക്കമാണ് ആ ഗോളിന് വഴിയൊരുക്കിയത്. കൃത്യമായ ടൈമിംഗ്, മികച്ച ചലനം, അതിനൊപ്പമുള്ള ക്ലിനിക്കൽ ഫിനിഷിംഗ്. ലോകകപ്പ് വേദിയിൽ വിജയങ്ങൾ എങ്ങനെ ഉറപ്പാക്കാമെന്ന് കാണിച്ചു തന്ന നിമിഷമായിരുന്നു അത്. ഈ മത്സരത്തിൽ വ്യക്തിപരമായി നിരവധി താരങ്ങൾ ശ്രദ്ധേയരായി. ആക്രമണ നിരയിലെ താരങ്ങൾ ഗോളുകളും അസിസ്റ്റുകളും കൊണ്ട് തിളങ്ങിയപ്പോൾ മധ്യനിര താരങ്ങൾ മത്സരത്തിന്റെ ടെമ്പോ നിയന്ത്രിച്ചു. പ്രതിരോധ നിരയും ഗോൾ കീപ്പറും വലിയ പിഴവുകളൊന്നുമില്ലാതെ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കി. അതാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. പ്രത്യേകിച്ച് അർജന്റീനയുടെ മധ്യനിര പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അവർ കളിയുടെ വേഗത നിയന്ത്രിച്ചു. അൾജീരിയയുടെ ആക്രമണങ്ങളെ തുടക്കത്തിൽ തന്നെ തടഞ്ഞു നിർത്തി. മുന്നേറ്റ നിരക്ക് ആവശ്യമായ സേവനം നൽകി. ഒരു ലോകകപ്പ് വിജയ കിരീടത്തിനായി പോരാടുന്ന ടീമിന് ആവശ്യമായ ബാലൻസ് ഈ ടീമിലുണ്ടെന്ന് വീണ്ടും തെളിയിച്ചൊരു മത്സരമായിരുന്നു ഇത്. അൾജീരിയയെ സംബന്ധിച്ചിടത്തോളം തോൽവി നിരാശാജനകമാണെങ്കിലും അവർ ചില ഘട്ടങ്ങളിൽ നല്ല പോരാട്ട വീര്യം കാട്ടിത്തന്നിട്ടുണ്ട്.
എന്നാൽ അർജന്റീനയുടെ നിലവാരവും അനുഭവ സമ്പത്തും അവരുടെ മേൽക്കോയ്മയും മറികടക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു. നിർണായക നിമിഷങ്ങളിൽ എടുത്ത തീരുമാനങ്ങളാണ് രണ്ട് ടീമുകൾ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കിയത്. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ അർജന്റീന 3, അൾജീരിയ 0. എന്നാൽ അത് വെറും ഒരു 3 പോയിന്റുകളുടെ കഥ മാത്രമല്ലായിരുന്നു. ലോകകപ്പിൽ തങ്ങളുടെ ലക്ഷ്യം കിരീടമാണെന്ന് ലോകത്തോട് വീണ്ടും പ്രഖ്യാപിച്ച ഒരു പ്രകടനമായിരുന്നു ഇത്. ഇനി പറയാനുള്ളത് അയാളെക്കുറിച്ചാണ്. ഈ 38-ാം വയസ്സിലും ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിന്റെ പ്രഖ്യാപനമായിരുന്നു ഇത്. 17-ാം മിനിറ്റിൽ വന്ന ആദ്യ ഗോൾ തന്നെ ലോകത്തിന് ഒരു സന്ദേശമായിരുന്നു. മധ്യനിരയിൽ നിന്ന് പന്ത് സ്വീകരിച്ച മെസ്സി മുന്നിലേക്ക് കുതിച്ച് ഏകദേശം 25 യാർഡ് ദൂരത്തു നിന്ന് തൊടുത്ത ആ ഷോട്ട് ടോപ്പ് കോർണറിലേക്ക് പറന്നു കയറുകയായിരുന്നു. ഗോൾ കീപ്പർ ലുക്കാസ് സിദാന്റെ കൈകൾ തൊട്ടെങ്കിലും ആ ഷോട്ടിന്റെ ശക്തിയും കൃത്യതയും തടയാൻ അതുകൊണ്ടൊന്നും സാധിച്ചില്ലായിരുന്നു. അതിനുശേഷം മെസ്സി വെറും ഗോൾ സ്കോറർ മാത്രമായിരുന്നില്ല. അർജന്റീനയുടെ ഓരോ ആക്രമണത്തിന്റെയും കേന്ദ്ര ബിന്ദുവായിരുന്നു അദ്ദേഹം. ഇടയ്ക്കിടെ മധ്യനിരയിലേക്ക് ഇറങ്ങി പന്ത് വിതരണം ചെയ്തു, മുന്നേറ്റത്തിലേക്ക് താളം നൽകി. അൾജീരിയൻ പ്രതിരോധത്തെ നിരന്തരം ആശയക്കുഴപ്പത്തിലാക്കി. രണ്ടാം പകുതിയിൽ മെസ്സി അനുഭവ സമ്പത്ത് മുഴുവൻ പുറത്തെടുത്തു. എപ്പോൾ പാസ് നൽകണം, എപ്പോൾ ട്രിബിൾ ചെയ്യണം, എപ്പോൾ ഷൂട്ട് ചെയ്യണം എന്നതിന്റെ പാഠപുസ്തക മാതൃകയായിരുന്നു അദ്ദേഹത്തിന്റെ കളി. ഒടുവിൽ 3-ാം ഗോളിലൂടെ ഹാട്രിക് പൂർത്തിയാക്കുമ്പോൾ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരിക്കുകയായിരുന്നു. ലോകകപ്പ് വേദിയിലെ അദ്ദേഹത്തിന്റെ ആദ്യ ഹാട്രിക്കാണിത്. അൾജീരിയയുടെ ഗോൾ കീപ്പർ ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കാൽപന്ത് കളിയിലെ ഇതിഹാസം സാക്ഷാൽ സിനദിൻ സിദാന്റെ ചോരയിൽ പിറന്നവൻ. പിതാവിന്റെ പൈതൃകവും പേറി പോസ്റ്റിന് മുന്നിൽ ഒരു ഉരുക്കുകോട്ടയായി അന്ന് നിലയുറച്ചിരുന്നു. എതിരാളികളുടെ ഏത് കൊലകൊമ്പൻ മുന്നേറ്റങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന മിന്നൽ സേവുകളുമായി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലായിരുന്നു ആ ഗോൾ കീപ്പർ. വലകുലുക്കാൻ വരുന്ന പന്തുകളെല്ലാം വായുവിൽ പറന്നുയർന്ന് അവൻ കൈപ്പിടിയിലൊതുക്കിയപ്പോൾ ഈ വൻമതിൽ തകർക്കാൻ ലോകത്താർക്കും സാധിക്കില്ലെന്ന് ഗാലറി വിശ്വസിച്ചു തുടങ്ങി. പ്രതാപത്തിന്റെ നെറുകയിലായിരുന്നു അപ്പോൾ ആ കാവൽക്കാരൻ. എന്നാൽ പച്ചപ്പുൽ മൈതാനത്തിന്റെ മറുഭാഗത്ത് പന്തുമായി കുതിച്ചെത്തുന്നത് ലോക ഫുട്ബോളിലെ ഇതിഹാസ മാന്ത്രികൻ ലയണൽ മെസ്സിയായിരുന്നു. എതിർവശത്ത് നിൽക്കുന്നത് സാക്ഷാൽ സിദാന്റെ മകനെന്നാണോ, അവൻ പരാജയമറിയാത്ത അത്യുഗ്രൻ ഫോമിലാണെന്നുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും ആ മനുഷ്യനെ തെല്ലും ബാധിച്ചിരുന്നില്ല. അതിനിപ്പോൾ എന്ത് എന്ന ഭാവത്തിൽ തികഞ്ഞ അലസതയോടും അതിലേറെ ആത്മവിശ്വാസത്തോടും അദ്ദേഹം പന്തിനെ തന്റെ ഇടതുകാലിലേക്ക് ആവാഹിച്ചു. ലോകം മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച് ആ മാന്ത്രിക നിമിഷത്തിനായി കാത്തിരുന്നു. തുടർന്ന് ആ മൈതാനം സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാഴ്ചകളിലൊന്നിനാണ്. പ്രതിരോധ നിരയെയും ആ കാവൽക്കാരനെയും വെറും കാഴ്ചക്കാരനാക്കി മെസ്സിയുടെ കാലുകളിൽ നിന്നും ഒരു വെടിച്ചില്ല് പോലെ ആ പന്ത് ലക്ഷ്യത്തിലേക്ക് പറന്നുയർന്നു. വായുവിനെ കീറിമുറിച്ച് കാറ്റിന്റെ വേഗതയിൽ പാഞ്ഞ ആ തീപ്പൊരിയെ തടയാൻ ഫോമിന്റെ നെറുകയിൽ നിൽക്കുന്ന ആ യുവ ഗോൾ കീപ്പർക്ക് പോലും സാധിച്ചില്ലായിരുന്നു. ഏത് വൺമതിലിനെയും തകർത്ത് തരിപ്പണമാക്കുന്ന ആ മാന്ത്രിക പ്രഹരത്തിന് മുന്നിൽ ആർപ്പുവിളികളോടെ ഗാലറി ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നു. എതിരാളികളുടെ വലുപ്പവും പ്രതാപവുമെല്ലാം മെസ്സിയുടെ ഒരൊറ്റ ഷോട്ടിൽ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. ഇതാണ് ലയണൽ മെസ്സി.